أول بيت وضع للناس للذي بمكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ആല ഇംറാൻ 96-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ബഹുമാനത്തോടുകൂടി ആവർത്തിച്ച് ഓടുന്നത് ഹജ്ജിന് പോകാൻ എളുപ്പമായി തീരും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഹജ്ജ് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ആയത്ത് രഹസ്യന്റെ ആയത്തിൽ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ. നിങ്ങൾ ശനിയാഴ്ച വന്നവരല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഒരു മുതലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് രഹസ്യം കൊടുക്കുന്നത്. ഹജ്ജ് ആഗ്രഹിക്കുന്നവർ ഈ ആയത്ത് ആവർത്തിച്ച് ചോദിയാൽ മതി, അവർ ഹജ്ജ് ചെയ്തേ മരിക്കുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതാ സൂറത്ത്? ആലി ഇംറാൻ 96-ാമത്തെ ആയത്ത്. 5 വക്തിലും ഒരു വട്ടെങ്കിലും ഓടുക, നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു വട്ടം ഓടുക. ആലി ഇംറാനിലെ 96-ാമത്തെ ആയത്ത്. إن أول بيت وضع للناس للذي بمكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ആലി ഇംറാൻ 96-97 ആയത്തുകൾ. ആലി ഇംറാൻ 96-97 ആയത്തുകൾ. ഈ ആയത്ത് 96 തവണ ദിവസം ഓതുന്നത് നല്ലതാണ്. ഒരു ദിവസം 96 തവണ ഈ ആയത്ത് ഓതുന്നത് നല്ലതാണ്. ഒരാൾ ഹജ്ജിന് ഉംറക്കോ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യാ? 96 വട്ടം. ഒരു ആയത്തിനൊരു അദദുണ്ട്, ഒരു ആയത്തിനൊരു അദദുണ്ട്. ചിന്തിക്ക്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. നേരത്തെ അത് 26-ാമത്തെ ആയത്താണ്. ഇതില് ആലി ഇംറാനിലെ അത് ഒരാള് ദിവസേന 26 വട്ടം ഓടുന്ന എങ്കിൽ അയാൾക്ക് നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാവും. ഏതൊരു ഏർപ്പാട് ചെയ്യുന്ന ഒരാളും ഒരു 26 വട്ടം എല്ലാ ദിവസവും ഓതുക. ഏത്? قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ആലി ഇംറാൻ 26-27 ആയത്ത്. അത് 26 വട്ടം ദിവസം ഓതുന്നത് ഏർപ്പാട് ചെയ്യുന്നവർക്ക് നല്ലതാണ്. ഒരു നാട്ടിലിറങ്ങിയാൽ, ഒരു കച്ചവടത്തിനോ മറ്റോ പോയിട്ട് ഒരു നാട്ടിലിറങ്ങിയാൽ, ആ നാട്ടിൽ ഇറങ്ങിയിട്ട് ആദ്യമായി 26 വട്ടം ആ നാട്ടിൽ നിന്ന് ഈ ആയത്തോതിയാൽ ആ നാട്ടിൽ നിന്ന് ഒരാളിൽ നിന്നും അവൻ പറ്റിക്കപ്പെടുകയില്ല. മനസ്സിലായില്ല? ബോംബെയിൽ തുണിയെടുക്കാൻ പോയി ഇറങ്ങി, ബാംഗ്ലൂരിൽ സാധനം വാങ്ങാൻ പോയി ഇറങ്ങിയാൽ ഉടനെ ഈ ആയത്ത് 26 വട്ടം ഓതുക. 26-27 ആയത്തുകൾ. ആലി ഇംറാനിലെ 26-27 ആയത്ത്. അത് 26 വട്ടം ഓതിയാൽ ആ നാട്ടിൽ നിന്ന് ആരും അവനെ പറ്റിക്കൂല, ചൂഷണം ചെയ്യൂല. അള്ളാഹു അവനെ പ്രത്യേകമായി സംരക്ഷിക്കും. എല്ലാത്തിനും സംരക്ഷിക്കപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കച്ചവടക്കാർ മറ്റുള്ളവർക്ക് ഇത് ഓതുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ രഹസ്യമായ ഒരു വിജ്ഞാനാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഏത്? ഹജ്ജിനോ ഉംറക്കോ ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും 96 വട്ടം ഓതുക. എല്ലാ വഖത്തിലും ഒരു വട്ടമെങ്കിലും ഓതുന്നത് നല്ലതുമാണ്. അല്ലാഹു തആല നമുക്ക് ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഈ ആയത്ത് ഇന്നവല ബൈത്തുൻ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽആലമീൻ. ആ സൂറത്തിലെ കഅബാലയത്തിന് 2 പ്രത്യേകതയാ പറയുന്നത്. ഒന്ന് ബറക്കത്ത്, ഒന്ന് ഹുദാ. എന്റെ കൂട്ടത്തേക്ക് വരണം കേട്ടോ. ആ കഅബാലയത്തിന്റെ മുലക്കുഞ്ഞാണ് ഏത്? ഖദീജയുടെ വീട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുലയിൽ 2 നിറച്ചട് കൊടുത്തു. ഒന്ന് ബറക്കത്തും ഒന്ന് ഹുദയും. മുലക്കുഞ്ഞെന്നാ പറഞ്ഞത്. നബി ജനിച്ച വീടല്ല മുലക്കുഞ്ഞാകേണ്ടത്, ഖദീജ ജനിച്ച വീട്. എന്തുകൊണ്ട്? മുലയുമായി ബന്ധം ഖദീജക്കാണ്.
മനസ്സിലായില്ല. ലോകത്തിന് മുല കൊടുത്ത മുലക്കുഞ്ഞെന്നെയാണ് ആര്? ലോകത്തിന് മുല കൊടുത്ത ഉമ്മയാണ് ഖദീജ. അത് കഅബാലയത്തിന്റെ മുലക്കുഞ്ഞെന്ന് പേരുള്ള വീട്ടിലാ ജനിച്ച്. ലോകത്തിന് മുല കൊടുത്ത ഉമ്മയാണ് ആര്? പറയടാ, ഇതിന്റെ രഹസ്യമല്ലേ ഈ പറഞ്ഞത്. നിങ്ങൾ ശനിയാഴ്ച വന്നവരാണ്, നിങ്ങൾക്ക് ഒരു രഹസ്യം കിട്ടണം. അതുകൊണ്ടാണ് ഈ രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ ആദ്യം ഇനി സോഷ്യൽ മീഡിയയിൽ പലരും കേൾക്കുമെങ്കിലും ആദ്യം കേൾക്കണം നിങ്ങളല്ലേ. നിങ്ങൾക്ക് ഭയങ്കര കൂലിണ്ടാവും. ചിന്തിക്കണം. മുലക്കുഞ്ഞിന് പേര് വേണ്ടത് റസൂലുള്ളാഹി ജനിച്ച വീട്ടിനല്ല, ഖദീജ ജനിച്ച വീട്ടിന്. എന്തുകൊണ്ട്? മുലയുമായി ബന്ധം ഖദീജക്ക് തന്നെയാണ്, റസൂലുള്ളാഹിക്കല്ല. റസൂലുള്ളാഹിന്റെ മുലക്കൊരു പണിയില്ല, ഖദീജാന്റെ മുലക്കാ പണിയുള്ളത്. പാല് കൊടുക്കുന്നത് റസൂലുള്ളാഹിന്റെ മുലയല്ല, ഖദീജാന്റെ മുല. അത് കഅബാലയത്തിന്റെ മുലക്കുഞ്ഞെന്ന വീട്ടിലാ ജനിച്ചത്. ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. അവർക്ക് പറ, അള്ളാഹു ഒരു ദറജയേറ്റി കൊടുക്കട്ടെ, അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ ഒരു അത്ഭുതം നിങ്ങൾ ആലോചിക്കുക. അള്ളാഹു തആല ഇതിലൊക്കെ ചെയ്യുന്ന ഒരു അത്ഭുതം ആലോചിക്കുക. ഏതാ കഅബാലയം? കഅബാലയത്തിന്റെ മുലക്കുഞ്ഞാണ് ഈ വീട്. എന്താ കഅബാലയത്തിലുള്ള രണ്ട് കാര്യം? ഏതൊക്കെ? മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ ഇന്ന അവ്വല ബൈത്തി ഉളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ഒന്ന്, ലോകത്തിന് നിറയെ ബറക്കത്ത്, ലോകത്തിന് നിറയെ ഹിദായത്ത്. ആ മുലേന്ന് മുലപ്പാല് കുടിച്ച പേരക്കുട്ടികളാണ്, മക്കളുടെ മക്കളാണ് ലോകമാകെ ചിന്നിച്ചിതറിയത്. എന്തിന്? ലോകത്തിന് മുഴുവൻ ബറക്കത്തും ലോകത്തിന് മുഴുവൻ ഹിദായത്തും ആ കുട്ടികൾ വഴിയായിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? എന്തിനാ കഅബാലയം? കഅബാലയം എല്ലാ നാട്ടിലും വരുമോ? ഇല്ല. കഅബാലയത്തിന് എല്ലാ നാട്ടിലും വരാൻ പറ്റൂല. കഅബാലയം എവിടെ തന്നെ നിൽക്കുള്ളൂ? പറ, കഅബാലയം എവിടെ നിൽക്കുള്ളൂ? മക്കയിൽ. പക്ഷെ കഅബാലയത്തിന്റെ റളിയത്തായ വീട്ടിൽ ജനിച്ച പെണ്ണാണ് ആര്? ഖദീജ. ആ ഖദീജയുടെ മുല കുടിച്ച കുട്ടിയാണ് ആര്? ഫാത്തിമ. ആ ഫാത്തിമയുടെ മക്കളാണ് അഹ്ലു ബൈത്ത്. ആ ഖദീജ എവിടെ ജനിച്ചത്? കഅബാലയത്തിന്റെ മുലക്കുഞ്ഞെന്ന് പറയപ്പെടുന്ന വീട്ടില്. ഇത് ചരിത്രകാരന്മാർ അംഗീകരിക്കുന്നുണ്ട്. മക്കയിൽ റളിയത്തുൽ കഅബ എന്ന പേരിൽ അറിയപ്പെട്ട മക്കയുടെ ചരിത്രത്തിൽ ഒരു വീടേ ഉള്ളൂ, ഒരൊറ്റ വീടേ ഉള്ളൂ. അത് ഖുവൈലിദിന്റെ വീടാണ്. എല്ലാ നിലക്കും കഅബയുമായി ഈ വീട്ടിന്റെ അടുപ്പമാണ് കാരണം. അവിടെയാണ് ഖദീജ ജനിക്കുന്നത് റളിയല്ലാഹു അൻഹാ. വളരെ ചിന്തിക്കണം. കഅബാലയത്തിന്റെ മുലക്കുഞ്ഞാവുമ്പോൾ ഇങ്ങോട്ട് നോക്ക്. ഞങ്ങളോട് തുടക്കത്തിന് ഒരു വാക്ക് പറഞ്ഞു, കഅബാലയത്തിന് കിട്ടിയത് ആദ്യം ഇവിടെ കിട്ടുകയാണ്. അങ്ങനെ പറഞ്ഞില്ലേ? കഅബാലയത്തിന് കിട്ടിയത്, കഅബാലയത്തിന് എന്ത് കിട്ടിയാലും അത് എന്താ കഅബാലയത്തിന് കിട്ടിയത്? മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. കഅബാലയത്തിന് അല്ലാഹുവിൽ നിന്ന് കിട്ടിയത് മുബാറക്കും ഹുദയുമാണ്. അത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഒഴുകി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു കാര്യങ്ങളെ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നിങ്ങൾ ചിന്തിക്ക്, കഅബാലയത്തിന്റെ റളിയത്താണ് ഈ വീട്. ആ വീട്ടിൽ ജനിച്ച പെണ്ണാണ് ലോകത്തിന്റെ ഉമ്മ. ലോകത്തിന് അവര് ഉമ്മയാണ്, മറ്റു ഉമ്മമാരെ പോലെയല്ല, യഥാർത്ഥ ഉമ്മയാണ്. അതുകൊണ്ടാണ് അവർ ഉമ്മുൽ കുബ്ര, ഖദീജത്തുൽ കുബ്ര എന്ന ഉമ്മുൽ കുബ്രയുടെ വല്യമ്മ അവരെന്നെയാണ്. വളരെ ചിന്തിക്കണം. ഇതിന്റെ ഉള്ളിലുള്ള ആഴം മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതിന്റെ ഉള്ളിലുള്ള ആഴം നിങ്ങൾ ചിന്തിക്കണം. ആ കഅബാലയത്തിൽ അള്ളാഹു വെച്ചത് രണ്ട് കാര്യമാണ്, മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. അതിലെല്ലാം നിലക്കും അള്ളാഹു തആല ബറക്കത്ത് കൊടുത്തു, ഹുദയും കൊടുത്തു. ഇനി ആ കഅബാലയത്തിന്റെ റളിയത്തുൽ കഅബയിൽ ഒരു പെൺകുട്ടി പിറന്നു. ആ പെൺകുട്ടിയാണ് ഖദീജ ബിൻത് ഖുവൈലിദ്
ഉറക്കെ പറ. റളിയല്ലാഹു അൻഹാ. ചിന്തിക്കുക. കഅബ പോലും ഭൂമിയിൽ പടക്കാൻ കാരണക്കാരനായ ഒരു മനുഷ്യൻ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു. മുത്തു മുഹമ്മദ് മുസ്തഫ ഞങ്ങളോട് പണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കഅബാലയത്തിന് റസൂലയിൽ നിന്നാണ് ബറക്കത്ത് കിട്ടേണ്ടത്. കാരണം കഅബാലയേക്കാൾ ഷറഫാക്കപ്പെട്ട ആളാണ് ആര്? മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ഇനി ആവർത്തിക്കൂല. സോഷ്യൽ മീഡിയയിലൊക്കെ അതിന്റെ പേരിൽ വിമർശിക്കുന്നവരുണ്ട്. അതിലൊന്നും പ്രശ്നമില്ല. ഒരു വട്ടം മനുഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളൂ. പിന്നെ അവർ കാര്യം മനസ്സിലായിട്ട് വിമർശിക്കുന്നവരുണ്ട്. അത് അവർ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കും. അതവർ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിച്ചോളും. അത്രേ അവരോട് പറയാനുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു കാര്യം ഉറപ്പ് തന്നെ, അതിൽ യാതൊരു സംശയവും വേണ്ട. അർശിനേക്കാളും കുർസിനേക്കാളും ലോഹിനേക്കാളും കലമിനേക്കാളും വലിയ ആളാണ് മുഹമ്മദ്, മുത്ത് മുഹമ്മദ്. അതുകൊണ്ടാണല്ലോ അഷ്റഫുൽ ഖൽഖായത്. ഇതൊക്കെ ഖൽഖല്ലേ, മനസ്സിലായില്ല? കഅബ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? ആണ്. അർശ് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? ആണ്. ആകാശം അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? ആണ്. ലോഹ് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? ആണ്. കലം അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? ആണ്. മുഹമ്മദും അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? ആണ്. പക്ഷേ ഇതിൽ അഷ്റഫ്, ഏറ്റവും ഷറഫുള്ള ആൾ മുഹമ്മദ് മുസ്തഫ ആയതിന്റെ ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു പേര് അഷ്റഫുൽ ഖൽഖ്. അപ്പൊ ഇനി ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ, അർശിനേക്കാളും ലോഹിനേക്കാളും കലമിനേക്കാളും വലിയ ആൾ ആരാണ്? റസൂലുള്ളാഹിയാണ്. ഇനി എന്താണ് ഇതിൽ ഇത്ര പ്രശ്നമുള്ളത്? എന്ത് പ്രശ്നമുള്ളത്? അത് അത് ലോകത്തിന് തുല്യതയില്ലാത്ത ഒരാളാണ് മുഹമ്മദ് മുസ്തഫ. കഅബാലയം കൊണ്ട് ഷറഫ് കിട്ടേണ്ട ആളല്ല റസൂലുള്ളാഹ്. റസൂലുള്ളാഹിനെ കൊണ്ട് ഷറഫ് കിട്ടേണ്ടതാണ് കഅബാലയത്തിന്. കഅബാലയം കൊണ്ട് ഷറഫ് കിട്ടിയ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചു. ആ പെൺകുട്ടിയാണ് ഖദീജ. ആ ഖദീജയെ ആര് കെട്ടി? മുത്തുനബി കെട്ടി. അപ്പോൾ ആ കുട്ടിക്ക് 2 നിലക്ക് മാത്രം കിട്ടി. ഒന്ന്, ആ കുട്ടിയെ മുത്തുനബി കെട്ടി. മനസ്സിലായില്ലേ? പിന്നെയോ, പിന്നെ റബീഅത്തുൽ കഅബ എന്ന വീട്ടിലാണ് ആ കുട്ടി ജനിച്ചിട്ടുള്ളത്. കഅബാലയത്തിന്റെ മുലക്കുഞ്ഞ് എന്ന് പറയപ്പെടുന്ന വീട്ടിലാണ് ആ കുട്ടി ജനിച്ചത്, ഖദീജ റളിയല്ലാഹു അൻഹാ. അപ്പോൾ കഅബാലയം കൊണ്ടുള്ള ശറഫും കിട്ടി, മുത്തുനബിയെ കൊണ്ടുള്ള ശറഫും കിട്ടി. ജന്മത്തിൽ തന്നെ പ്രത്യേകിച്ച് കഅബാലയം കൊണ്ടുള്ള ശറഫ് കിട്ടി ആർക്ക്? ഖദീജക്ക് ബിഖുർബി ദാരിഹാ ഇലൽ ബൈതി ഹിസ്സൻ വമഅനൻ വയുസമ്മ തുസമ്മ തിൽക ദാർ ബിറളിയാത്തിൽ കഅബ ബൈന താരിഖീൻ. ചരിത്രകാരന്മാർക്കിടയിൽ ഖദീജ റളിയല്ലാഹു അൻഹ ജനിച്ച വീടിനെ കഅബാലയത്തിന്റെ മുലക്കുഞ്ഞി എന്നാണ് പേര്. അത് ആ വീട്ടിന്റെ മാത്രം പ്രത്യേകതയാണ്. ആ വീട് ലോകത്തിന് സമർപ്പിച്ച ഒരാളെ ഉള്ളൂ. അതാരാണ്? അവിടെയല്ലേ അസദ്, അവിടെയല്ലേ ഹുവൈലിദ് ജനിച്ചത്? അതെ, ഹുവൈലിദ് ഖദീജയിലൂടെയാണ് അറിയപ്പെടുന്നത്, അല്ലാതെ ഖദീജ ഹുവൈലിദിലൂടെ അല്ല. അപ്പോൾ ആ വീട് ലോകത്തിന് സമർപ്പിച്ച ഒരാളെ ഉള്ളൂ. അതാരാ? പറയാ, അതാരാ? ഖദീജ. മനസ്സിലായില്ല? അപ്പൊ അബ്ദുള്ള എന്ന ആളെ നബിയിലൂടെ മനസ്സിലാക്കണം, അല്ലാതെ അബ്ദുള്ളയിലൂടെ നബിയെ മനസ്സിലാക്കല്ല. അപ്പൊ ഷറഫാർക്ക് തന്നെയാ നബിക്ക്. പറ കുട്ടി, അബ്ദുള്ള എന്ന ഒരാളെ നമ്മൾ മനസ്സിലാക്കുന്നത് ആരിലൂടെയാണ്? നബിയിലൂടെയാണ്. അപ്പൊ ഷറഫുള്ള ആൾ ആരല്ലേ? ഷറഫുള്ള ആൾ ആരെന്നെ? നബി തന്നെ. ഹുവൈലിദ് എന്ന പോലത്തെ എത്ര വർത്തക പ്രമാണിമാര് മക്കയിലുണ്ടാവും. അതുപോലത്തെ ഒരു പ്രമാണിയാണ് ഹുവൈലിദ് എന്നേ ഉള്ളൂ. ഹുവൈലിദിനെ പോലെ ലോകം അറിയുന്ന ആരിലൂടെയാണ്? ഖദീജയിലൂടെയാണ്. അപ്പോൾ ആ വീട് ലോകത്തിന് സമർപ്പിച്ച ഒരു ശരീരമുള്ളൂ, ഒരാളെ ആ വീട്ടിൽ ജനിച്ചിട്ടുള്ളൂ. അതാരാണ്? ഖദീജ റളിയല്ലാഹു അൻഹാ. ഇനി നിങ്ങൾ രണ്ടാമത് തിരിച്ച് വീണ്ടും വരണം. ശ്രദ്ധിക്കണേ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ കഅബാലയത്തിൽ ഒരു കുട്ടി ജനിച്ചു. കഅബാലയത്തിന്റെ മുലക്കുഞ്ഞ് എന്ന വീട്ടിൽ ഖദീജ ജനിച്ചു. കഅബാലയത്തിൽ ഒരു കുട്ടി ജനിച്ചു. അതാരാ? അലി, സയ്യിദുനാ അലി. കഅബാലയത്തിന്റെ ഉള്ളിൽ ജനിച്ച കുട്ടിയാണ് ആര്? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ആ കുട്ടിയെ ഈ പെണ്ണ് പോറ്റി. ഒരു കുട്ടിയെ മുല കൊടുത്തും പോറ്റി, ഒരു കുട്ടിയെ സംരക്ഷിച്ചു പോറ്റി. ഒന്നിനെ കഅബാലയത്തിന്റെ മുലക്കുഞ്ഞ് എന്ന് പറയപ്പെട്ട വീട്ടിൽ ജനിച്ച പെണ്ണിന്റെ മുല കുടിച്ച് പ്രസവിച്ച് മുല കൊടുത്ത് പോറ്റി ആരെ? ഫാത്തിമയെ. സംരക്ഷിച്ച് പോറ്റി ആരെ? അലിയെ. ചരിത്രം പിന്നെ അവരെ ഭാര്യ ഭർത്താക്കന്മാരാക്കി. അപ്പോൾ അവർക്ക് എങ്ങനെയൊക്കെ ഷറഫ് വന്നു? കഅബാലയത്തിന്റെ ഷറഫ് വന്നു.
ഖദീജയുടെ ഷറഫ് വന്നു, മുത്തുനബിയുടെ ഷറഫ് വന്നു. ഈ ഷറഫ് എല്ലാം രണ്ട് കാര്യത്തിൽ ഒതുങ്ങും. ഒന്ന് ബറക്കത്ത്, ഒന്ന് ഹിദായത്ത്. അത് ലോകത്തിന്റെ നാനാഭാഗത്തേക്കാണ് പോയി. ലോകത്തിന്റെ ബറക്കത്തും ഹിദായത്തും ഈ കുട്ടികൾ വഴി വന്നു. അവർക്ക് മുല കൊടുത്ത ഉമ്മയാണ് ആര്? ആര്? ഖദീജ. അതുകൊണ്ട് ഖദീജയെ പോലെ ഷറഫ് ലോകത്താർക്കും ഉണ്ടാവില്ല പെണ്ണുങ്ങളിൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആർക്കും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. ചിന്തിക്ക്, 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 ചിന്തിക്ക്. ഖദീജ പോലെ ശറഫുള്ള ഒരാളും ഉണ്ടാവില്ല. ആസിയ, ഉറക്കപ്പറ റളിയല്ലാഹു അൻഹാ. ആസിയ മഹദിയല്ലേ? ആണ്. ആസിയ മഹദിയല്ലേ? ഉറക്കപ്പറ റളിയല്ലാഹു അൻഹാ. ആണ്. പക്ഷെ പിമ്പില്ല, പിമ്പില്ല. ആസിയ പ്രസവിച്ചിട്ടില്ല. ഒരു പുരുഷൻ ആസിയയെ പ്രാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് ആസിയ എന്ന് പറയുന്ന ഒരാളുടെ സിസ്റ്റം ലോകത്ത് നിലനിൽക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പെണ്ണാണ് ആര്? 4 പെണ്ണുങ്ങളാണ് ദുനിയാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെണ്ണുങ്ങള്. ഒന്ന് ആസിയാണ്. പക്ഷെ ആസിയക്കൊരു സിസ്റ്റം ഇല്ല. ഒന്ന് ആസിയാണ്. പക്ഷെ ആസിയക്ക് സിസ്റ്റമില്ല. ആസിയ ഗർഭിണിയായിട്ടില്ല. എന്തിനാ ഗർഭിണിയാവുന്നത്? ഒരു പുരുഷന്റെ ചൂട് അനുഭവിച്ചിട്ടില്ല ആസിയ ബീവി. ഫിറഔന്റെ ഭാര്യയല്ലേ? അതെ, ആണ്. പക്ഷെ ഫിറഔന് ആസിയ ബീവിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ആസിയ ശറഫാക്കപ്പെട്ട പെണ്ണായി അല്ലാഹു തആല ആസിയ മരണം വരെ നിലനിർത്തി. ആസിയയുടെ കിടപ്പറയിൽ റളിയല്ലാഹു അൻഹ കിടപ്പറയിൽ ചെല്ലുമ്പോഴത്തിന് തളർന്നു വീഴുമായിരുന്നു. ആര്? ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി. കൊല്ലങ്ങളോളം ഭാര്യയായി കൊണ്ടുവന്നു, ഒരു കാര്യം ഉണ്ടായില്ല. ഒരു പുരുഷന്റെ ചൂട് പോലും അനുഭവിക്കാത്ത പെണ്ണാണ് ആസിയ. ഗർഭിണിയായിട്ടില്ല. ഒരു പുരുഷന്റെ ചൂട് അനുഭവിച്ചിട്ടില്ല, പ്രസവിച്ചിട്ടില്ല. ഇഷ്ടമല്ല ആസിയക്ക് റളിയല്ലാഹു അൻഹ. പിന്നെ രണ്ടാമത്തെ പെണ്ണ് ചരിത്രത്തിൽ പറഞ്ഞ മറ്റൊരു പെണ്ണാണ് ആര്? മറിയം. മറിയം പ്രസവിച്ചിട്ടുണ്ട്. മറിയം പ്രസവിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി ലോകത്ത് 4 നമ്പർ കുട്ടിയാണ്. ആ കുട്ടി ലോകത്തെ 4 നമ്പർ കുട്ടിയാണ്. 1 നമ്പർ കുട്ടി മുഹമ്മദ് മുസ്തഫ, 2 നമ്പർ കുട്ടി സയ്യിദുനാ ഇബ്രാഹിം, 3 മൂസ, 4 ഈസ. 4 നമ്പർ കുട്ടിയാണ് ആര്? സയ്യിദുനാ ഈസ. സയ്യിദുനാ ഈസ അതിന് ഇഷ്ടമില്ല. ഈസാക്ക് പിന്നെ ഒന്നുമില്ല. ഈസ വിവാഹിതനല്ലാതെ ഉയർത്തപ്പെട്ടു. മനസ്സിലായില്ല? അതിന്റെ ഒരു മക്കൾ ഇന്ന് ലോകത്തെ സംരക്ഷിക്കുന്നില്ല. നേരെ മറിച്ച് ഇതിൽ 3-4 പെണ്ണുങ്ങളുണ്ട്. ഒന്ന് ഖദീജ, ഒന്ന് ഫാത്തിമ. 4 പെണ്ണുങ്ങളാണ് ലോകത്തെ സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെണ്ണുങ്ങൾ. 4 മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? ഒന്ന് ഖദീജ, ഒന്ന് ആസിയ. അവരുടെ സ്ഥാനം കൊണ്ടല്ല ഞാൻ പറഞ്ഞ സ്ഥാനത്തിൽ ഇതിൽ ഏറ്റവും വലിയ മഹദി ആരായിരിക്കും? ഖദീജ ആയിരിക്കും. എന്തുകൊണ്ട്? ഖദീജയുടെ സാന്നിധ്യം ഇന്നുണ്ട്. ആസിയയുടെ സാന്നിധ്യം ഇന്നില്ല. മറിയമിന്റെ സാന്നിധ്യവും ഇന്നില്ല. മറിയമിനെ കുട്ടിയുണ്ട്, പക്ഷെ ആ കുട്ടിയില്ല. ആര്? ഈസ. ഈസ കുട്ടില്ല. ഈസ കുട്ടില്ല. ഈസ അലൈഹിസ്സലാം അവിവാഹിതനായി ഉയർത്തപ്പെട്ടു. സയ്യിദുനാ ഈസ. നേരെ മറിച്ച് ഖദീജയോ? ഖദീജ കുട്ടിയുണ്ട്. കുട്ടിയോ? കുട്ടിയുണ്ട്. അതിന് കുട്ടിയോ? ഉണ്ട്. അതിന്റെ കുട്ടികളോ? അതിന് കുട്ടികളുണ്ട്. അവരോ? അതിന് കുട്ടികളുണ്ട്. ഇന്ന് ഭൂമിയിൽ ലക്ഷക്കണക്കിന് മക്കളുണ്ട്. അവരൊക്കെ ഖദീജയുടെ സാന്നിധ്യമാണ്. അപ്പൊ അവരിലൂടെ ഇന്ന് നമ്മളെ മുന്നിൽ കാണുന്നത് ആരാണ്? ഖദീജയാണ്. ഇത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് 2 ആളിൽ നിന്ന് കിട്ടിയതാണ്. ഒന്ന് കഅബാലയത്തിൽ നിന്ന്, ഒന്ന് മുത്തുനബിയിൽ നിന്ന്. നല്ലോണം ചിന്തിക്കണം കേട്ടോ. എന്റെ ഇവിടെ ചരിത്രത്തിൽ വേറൊരാൾക്ക് വീട് വെച്ചുകൂടായിരുന്നോ? എന്തുകൊണ്ട് അല്ലാഹു തആല ഇവിടെ ഖദീജയെ തിരഞ്ഞെടുത്തു? ഏതൊരു കാര്യത്തിനും ആര് തിരഞ്ഞെടുക്കണം? പറയാ മക്കളെ, ആര് തിരഞ്ഞെടുക്കണം? അല്ലാഹു അല്ലേ മനുഷ്യന്മാരെ? അല്ലാഹു തിരഞ്ഞെടുക്കാതെ എന്താ നടക്കുക? വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ്. ചിന്തിക്ക്. 18-19 കൊല്ലമായി നമ്മളെ ക്ലാസ് തുടങ്ങിയിട്ട്. ഇതുവരെ ഞായറാഴ്ചയാണ്. ഇക്കൊല്ലം മുതൽ ശനി ഞായറാണ്. അപ്പൊ ഇത് വളരെയാണ്, തളരല്ല. അള്ളാഹിന്റെ സഹായം കൊണ്ട്. ആരതിന്റെ പിന്നിൽ? അല്ലാഹു. ഇതിന് കുറെ കുട്ടികളുണ്ടായി. ഇതിന്റെ ഒരു കുട്ടിയാണ് ഇപ്പൊ വെള്ളിയാഴ്ച നടക്കുന്ന ക്ലാസ്. ഇതിന്റെ കുട്ടിയാണത്. ആരാണ് ഇതിന്റെ പിന്നിൽ? അല്ലാഹു. ഒരിക്കലും നടക്കൂല. നമ്മൾ വിചാരിച്ചു ഒന്നും നടക്കൂല.
നമ്മൾ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. ഞാനൊരു വിടുവായറ്റം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ്ട, ഏത് രോഗത്തിനും ദാറുൽ ഖുർആനിൽ നടക്കുന്ന ക്ലാസ് പരിഹാരമായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വെറുതെ ഒരു വാക്കല്ല, നിങ്ങളത് അനുഭവിച്ചറിയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സംശയിക്കണ്ട, യാതൊരു സംശയം വേണ്ട. അത് നമുക്ക് ചെയ്യാവുന്നതിൽ അങ്ങനെ ഒരുപാട് നന്മ ഇനി ആളുകൾക്ക് ചെയ്യാൻ കഴിയുമായിരിക്കാം. നമുക്ക് കിട്ടിയ നന്മകളിലെ വലിയൊരു നന്മയാണ് ആ നന്മ. അതൊക്കെ ഇതിന്റെ കുട്ടിയാണ്. ഇതിന്റെ പിന്നിലാരാ? നമ്മൾ വിചാരിച്ച ഒന്നും നടക്കൂല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അല്ലാഹ് വിചാരിച്ചാൽ അല്ലാതെ ഒന്നും നടക്കൂല. അപ്പൊ തിരിച്ചുപോലെ എവിടെ വരേണ്ടത്? ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ ബാപ്പയും വല്യപ്പയും അവിടെ തന്നെ വീട് വെക്കാൻ കാരണം എന്താ? അവർക്ക് വേണ്ടിയല്ല, അവിടെ ഒരു ജന്മം വരാൻ പോകുന്നുണ്ട്. ആര്? ഖദീജ. അവർക്ക് വേണ്ടിയല്ല അല്ലാഹു അവരെ തിരഞ്ഞെടുത്ത് ഈ കുട്ടിക്ക് വേണ്ടിയാണ്. ആ കുട്ടിയെ ഒരാൾ കല്യാണം കഴിച്ചു. ആ ആള് കഅബാലയത്തെ ശുദ്ധീകരിച്ചു. കഅബാലയത്തെക്കാൾ പോലും ശറഫാക്കപ്പെട്ട ആളാണ് ആള്. ഹജർ അസ്വദിനെ പോലും ശറഫാക്കപ്പെട്ട ആളാണ് ആള്. അതുകൊണ്ടല്ലേ ഹജർ അസ്വദിന്റെ റസൂലുള്ളാഹിന്റെ താഴെ ഷറഫുള്ളത് കൊണ്ടല്ലേ, റസൂലുള്ളാഹിന്റെ ഷറഫ് ഹജർ അസ്വദിന് ഇല്ലാത്തത് കൊണ്ടല്ലേ ഹജർ അസ്വദിന്റെ മുന്നിൽ പോയിട്ട് ധൈര്യത്തോടുകൂടെ വർത്താനം പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല, നീ അത്ര വലിയ ആളും അല്ല. ആരോട് പറയാ? ഹജർ റസൂലിനോട് പറയാൻ. പിന്നെ റസൂലുള്ളാഹി ചുംബിച്ചോണ്ട് ഞാൻ ചുംബിക്കാണ്. അപ്പൊ എനിക്ക് ഇനിയല്ല പ്രശ്നം. ആരാണ്? റസൂലുള്ളാഹി. റസൂലുള്ളാഹി ചുംബിച്ചിട്ടില്ല, ഞാൻ നിന്നെ ചുംബിക്കൂല അല്ലേ? എനിക്ക് ഈ ഒരു ഒന്നുമല്ല. ഒരു ഉപകാരം ഉപദ്രവം ചെയ്യാൻ നിനക്ക് കഴിയൂലെന്ന് എനിക്ക് അറിയാം. പിന്നെ ഞാൻ ഹബീബായ റസൂലുള്ളാഹി ചുംബിക്കണ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ചുംബിക്കാണ്. ആര് പറയാ? അപ്പോൾ ഇവിടെ വലിയ ആളാരാ? ഹജർ റസൂൽ. വലിയ ആളാരാ? ആറാം വലിയ ആളാരാ? മുത്ത് മുഹമ്മദ് മുസ്തഫ. വലിയ ആള് കയ്യിലുള്ള ഒരാൾക്ക് ഹജർ റസൂലിന്റെ മുന്നിൽ പോയി പേടിക്കേണ്ട ആവശ്യമുണ്ട്? നമ്മൾ ഹജർ റസൂലിന്റെ മുന്നിൽ പോയി ബഹുമാനിക്കണ്ടേ? ബഹുമാനിക്കണം. ഹജർ റസൂലിനെ ബഹുമാനിക്കണ്ടേ? ബഹുമാനിക്കണം. മുത്തനബി ബഹുമാനിച്ചിട്ടുണ്ട് എന്നതാണ് കാരണം. അത് കല്ലായി എന്നുള്ളതല്ല. അതിന് ആര് ബഹുമാനിച്ചിട്ടുണ്ട്? പുണ്യ മുഹമ്മദ് മുസ്തഫ. അതന്നെ കാരണം. സ്വർഗത്തിനോടാണ് കല്ലല്ലേ? ആണ്. സ്വർഗം നമുക്ക് മാറ്റപ്പെട്ടതാണെന്ന് ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ. അപ്പോൾ നമുക്ക് സ്വർഗത്തിനേക്കാൾ വലിയ ആൾ തന്നെ ആര് തന്നെയാണ്? ആണോ? സ്വർഗം ഒന്നും നമുക്കൊന്നുമല്ലടോ. നമുക്ക് ഏറ്റവും വലിയ ആള് മുഹമ്മദ് മുസ്തഫയാണ്. സ്വർഗവും ജിവാറു മുഹമ്മദ് നോക്കിയാണെങ്കിൽ ഏറ്റവും വലുത് ജിവാറു മുഹമ്മദാണ്. പിന്നെ അത് നമുക്ക് സ്വർഗത്തിൽ പോയാൽ കിട്ടും എന്നതുകൊണ്ടാണ് നമ്മൾ സ്വർഗത്തെ തിരഞ്ഞെടുക്കുന്നത്. അവിടെ പോയാൽ റസൂലുള്ളാഹിന്റെ സാമീപ്യം ഉണ്ടാവും. സ്വർഗവും റസൂലുള്ളാഹി നോക്കിയ വലിയ ആളാരാ? മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാത്തവന് എന്തിനാണ് ക്ലാസ്സിന് വരുന്നത്? എന്തിനാണ് വരുന്നത്? എന്റെ ക്ലാസ്സിന് വരണ്ട. എന്റെ ക്ലാസ്സിൽ അള്ളാഹു കഴിഞ്ഞാൽ ഒരൊറ്റാളെ വലിയ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫയാണ്. അത് അർശിനെക്കാളും കുർസിനെക്കാളും ലോഹിനെക്കാളും കലബിനെക്കാളും കഅബയെക്കാളും എന്തും. ഇത് ചരിത്രപരമായ ഒരു ഭയങ്കര ദൗത്യം ഈ കാണുന്നത്. അത് മുഴുവനും ഈ കുട്ടികളിൽ നിക്ഷിപ്താണ്. ആ കുട്ടികള് ഇനി നിങ്ങൾ നോക്കി, അഹ്ലു ബൈത്തി അംനുല്ലി ഉമ്മത്തി അമാനുല്ലി ഉമ്മത്തി എന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ കുടുംബം ഏതെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിലൊരു നിർഭയത്വം ഉണ്ടാവുമെന്ന് മുഹമ്മദ് മുസ്തഫ. നീ പറഞ്ഞതിലൊക്കെ ഒപ്പിച്ചു നോക്ക്. അഹ്ലു ബൈത്തി അമാനുല്ലി ഉമ്മത്തി, എന്റെ കുടുംബം ഏതെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിൽ നിർഭയത്വം ഉണ്ടാവും എന്ന് മുഹമ്മദ് മുസ്തഫ. ആ നാട്ടുകാർ പേടിക്കേണ്ടി വരില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ കുട്ടികളെ എവിടുന്നാ വരുന്നത്? ഒന്ന് മുത്തുനബിന്നും ഒന്ന് ഖദീജയെന്നും. റസൂലുള്ളാഹിയുടെ ബീജവും ഖദീജയുടെ അണ്ടവും. എന്നിട്ട് മുല ആര് കൊടുത്ത്? പറ, മുല ആര് കൊടുത്ത്? ഖദീജ കൊടുത്ത്. ഖദീജയോ കഅബാലയത്തിന് മുലക്കുഞ്ഞായ വീട്ടിൽ പ്രസവിച്ചു. ഖദീജക്ക് എങ്ങനെയും കിട്ടി. മുത്തുനബിയോ? മുത്തുനബി കാമിലായ വാപ്പയാണ്, കാമിലായ ഖൽഖുമാണ്. ആ ഖൽഖിന്റെ മക്കളാണ് വരും. മനസ്സിലായോ? അറിയുന്നവർക്കറിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ നിർഭയത്വത്തെ എടുത്തു കളയണം എന്ന് പൂതിയുള്ള ചില ആളുകൾ, ചില വിഭാഗങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വശംവദരായ ആളുകൾ ഈ കുടുംബത്തെ കർബലയിൽ മരിച്ചുപോയി എന്ന് സ്ഥാപിച്ചു. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബം കർബലയിൽ ഇല്ലാതാവണം. കർബലയിൽ ഈ കുടുംബത്തെ കൊല്ലാൻ നോക്കി യസീദ്, പക്ഷെ മരിച്ചില്ല.
എന്നാൽ കർബലയിൽ ഈ കുടുംബം മരിച്ചു എന്ന് പറഞ്ഞു ചില കക്ഷികൾ. എന്താ അവരുടെ ലക്ഷ്യം? ഈ ലക്ഷ്യം ഈ ഉമ്മത്തിന്റെ നിർഭയത്വത്തെ എടുത്തു കളയുക. കഅബാലയം എന്തിനാ? കഅബാലയം നിർഭയത്വത്തിന്. ഈ കുട്ടികൾ എവിടുന്നാ വരുന്നത്? കഅബാലയത്തിന് മുറ്റത്തുനിന്ന്. കഅബാലയത്തെ അല്ലാഹു തആല ബലദൻ ആമിന, നിർഭയത്വത്തിന്റെ നാടാണ് ഇത്. കഅബന്റെ മണ്ണ്. അവിടെ ആര് പ്രവേശിച്ചാലും അവർക്ക് നിർഭയത്വം ഉണ്ടാവും. അവിടെ നിന്നാണ് ഈ ഉമ്മയുടെ മുല കുടിച്ച് ഈ കുട്ടികൾ വരുന്നത്. ആ മുലയെന്ന് അങ്ങനെ വരികയാണ് ഈ കുട്ടികൾ. അപ്പൊ ആ കുട്ടികൾ പോകുന്നിടത്തൊക്കെ എന്തുണ്ടാവും? നിർഭയത്വം ഉണ്ടാവും. കാരണം അവരെവിടുന്നാ വരുന്നത്? നിർഭയത്വത്തിന്റെ മണ്ണിൽ നിന്ന്. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ومن دخله كان آمنا. അതിന്റെ ഉള്ളിൽ കയറിയവർക്കൊക്കെ നിർഭയത്വം ഉണ്ടാവും. അവിടെ ആര് പ്രവേശിച്ചാൽ നിർഭയത്വം ഉണ്ടാവും. ഈ നിർഭയത്തെ ഹിസ്സൻ മാനവിയായ നിർഭയത്താണ്. എന്ത്? അവിടുന്ന് സ്വീകരിച്ചതിനോട് ഒട്ടിരുന്നാലും നിർഭയത്വം ഉണ്ടാവും. അഹ്ലു ബൈത്തി അമാനുൽ ഉമ്മത്തി എന്ന് മുഹമ്മദ് മുസ്തഫ. വേറെ ഹദീസ് അഹ്ലു ബൈത്തി കസഫീനത്തിൽ നൂഹിൻ, നൂഹിന്റെ കപ്പൽ പോലെയാണ്. നൂഹിന്റെ കപ്പൽ എന്തിനാ? നിർഭയത്വത്തിന്. മനസ്സിലായോ പറഞ്ഞത്? നിർഭയത്വത്തിന്റെ വീടാണ് ഏത്? കഅബ. കഅബാലയത്തിന്റെ മുലക്കുഞ്ഞെന്ന വീട്ടിൽ പ്രസവിച്ചെടുക്കപ്പെട്ട ആളാണ് ഏത്? ഖദീജ. അപ്പൊ എല്ലാ നിർഭയത്വം ആ വീട്ടിലുണ്ട്. കാരണം ആ വീട് ഏതാ? കഅബാലയത്തിന്. നിങ്ങൾ ഉറങ്ങല്ലേ മനുഷ്യന്മാരെ? ഈ വീട് ഏതാ? ഈ വീട് ഏതാ? കഅബാലയത്തിന്റെ മുലക്കുഞ്ഞ്. കഅബാലയത്തിന്റെ മണ്ണിൽ പോലുള്ള പ്രത്യേകത എന്താ? ആ ഏരിയന്റെ പ്രത്യേകത എന്താ? അമാന്, നിർഭയത്വം ഉണ്ടാവും. അതിൽ ഏറ്റവും നിർഭയത്വം ഉണ്ടാണ് വീട് ഏതാ? കഅബ കഴിഞ്ഞാൽ ഈ വീട്. കാരണം ഈ വീട് ഏതാ? റളിയത്തുൽ കഅബ, കഅബയുടെ മുലക്കുഞ്ഞ്. കഅബ എന്തിനാ ഉണ്ടാക്കിയത്? നിർഭയത്വത്തിന്. അപ്പൊ കഅബ കഴിഞ്ഞാൽ പിന്നെ നിർഭയത്വം ഉണ്ടാവുക എവിടെയാണ്? ഈ വീട്ടിലാണ്. കാരണം ഈ വീടിന് അത്ര അടുപ്പമാണ് എന്തുമായി? കഅബയുമായി. അവിടെ ഒരു കുട്ടി ജനിച്ചു. ആര്? ഖദീജ. ആ ഖദീജയിൽ നിന്ന് വളർന്നു. ആ ഖദീജ നിർഭയത്വത്തിന്റെ വസതിയിലാണ് ജനിക്കുന്നത്. ലോകത്തിന് നിർഭയത്വം കൊടുക്കാൻ വന്ന ആളാണ് ഈ കുട്ടിയെ കെട്ടിയത്. പിന്നെ ആ പെണ്ണിന്റെ പട്ടിയിൽ ജനിച്ച് ആ പെണ്ണിന്റെ മുല കുടിച്ച് ഫാത്തിമ. ആ മുലപ്പാലിൽ എന്താ ഉള്ളത്? ബർക്കത്ത്, ഹിദായത്ത്, പിന്നെ അമ്ന്. ഒന്ന് കേറി വരും മനുഷ്യന്മാരെ. എന്താണ് നിങ്ങൾ ഇരിക്കുന്നത്? അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നിങ്ങളെ എടാ ഇതൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നാളെ ബോധ്യപ്പെടും. ഞങ്ങളെ ഉസ്താദ് പറഞ്ഞ സത്യമായിരുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. വല്ലാഹി ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞ വ്യാഖ്യാനമല്ല. ഇതൊക്കെ ആരോ എനിക്ക് പറഞ്ഞു തരികയാണ്. അല്ലാത്തൊരു വ്യാഖ്യാനമല്ല. ഇതൊന്നും എന്റെ വൽപ്പത്തരമല്ല, ഒരിക്കലും അല്ല. ഇത് ഈ സത്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഏതെങ്കിലും തൊള്ളയുന്നതിൽ പ്രവർത്തിയാടണം. അതിനുവേണ്ടി അള്ളാഹു ഈ സമയത്ത് നിങ്ങളെ മുന്നിൽ നിന്ന് തെരഞ്ഞെടുത്തതായിരിക്കും. ഈ മുലപ്പാലിൽ എന്താ കലർന്നത്? സിദ്ദീഖുലിലെ 3 എണ്ണം. 1 മുബാറക്ക്, 2 ഹുദ, 3 അമ്ന്. ഫാത്തിമ കുടിച്ച മുലപ്പാലിൽ എന്തൊക്കെ ഉണ്ടാകണം? പറ കുട്ടിയെ. 3 എണ്ണം. 1 മുബാറക്ക്, 2 ഹുദ, 3 അമ്ന്. നീ ആ മുലപ്പാലിന് കുടിച്ചു വരികയാണ്. അതിന്റെ കുട്ടികൾ വരാൻ. ആ മുലപ്പാലും അവരിലും 2 കാര്യം ഉണ്ടാവും. എന്ത്? ബറക്കത്തും ഹുദയും. അവരുള്ള ഏരിയയിൽ എന്തുണ്ടാവും? അമ്നും ഉണ്ടാവും. അവരിൽ ആരഭയം തടിയാൽ അമ്നുണ്ടാവും. കാരണം അവരിൽ ബറക്കത്തുണ്ട്, ഹുദയുണ്ട്. അവരെ പരിസരത്ത് അമ്നുണ്ട്. ഇന്ന അവ്വല ബൈതിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിനാ. ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടുന്നില്ല, നിങ്ങൾ ചിന്തിക്കണം. ഇതൊരു രഹസ്യമായവരാണ്. എന്നാൽ ഇതിൽ നിന്നും മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയും. നിഷ്പക്ഷമായി ചിന്തിക്കുക. ലോകത്തിന് ബർക്കത്ത് കൊടുക്കാൻ വേണ്ടി വന്ന ആള് ചിന്തിക്കുക. ലോകത്തിന് ബർക്കത്ത് കൊടുക്കാനല്ല ഈസ വന്നത്. ഈസ പറഞ്ഞ ഐനമാ കുന്തു, ഞാൻ എല്ലായിടത്തും ബർക്കത്ത് ഉണ്ടാവുന്ന. മുഹമ്മദ് ലോകത്തിന് ബർക്കത്തായിട്ട് വന്നത്. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീന.
ഇങ്ങോട്ട് നോക്കടാ കുട്ടി, ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്ക. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയൻ വജഅലനി മുബാറകൻ അയ്നമാ കുന്തു. ഞാൻ ഉള്ളോടത്ത് ബറക്കത്തുണ്ടാവും ആര് പറഞ്ഞു? ഈസ നബി. മുഹമ്മദ് മുസ്തഫയോ? മുഹമ്മദ് നബി ഉള്ളോടത്ത് മാത്രമല്ല, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്ത് എവിടെ ബറക്കത്തുണ്ടാവും. ഇപ്പൊ ഒരാൾ ഇവിടുന്ന് മുഹമ്മദ് പറഞ്ഞാൽ ഒരു ബറക്കത്തുണ്ടാവും. ഒരു വട്ടം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പത്ത് ബറക്കത്ത് അള്ളാഹു പിരിക്കും. ഈസയോ? നിങ്ങളോടായിപ്പോ എല്ലടാ അത് പറഞ്ഞ്. ഈസയോ? ഉള്ളോടത്ത് ഉണ്ടാവുന്നല്ലടാ ഈസ എന്നെ പറഞ്ഞ്. ഈസ എന്താ പറഞ്ഞ്? അലൈഹിസ്സലാം. ഈസ എന്താ പറഞ്ഞ്? എന്താടാ ഈസ പറഞ്ഞ്? ഞാൻ ഉള്ളോടത്ത് ബറക്കത്തുണ്ടാവും. മുഹമ്മദോ ഉണ്ടാവണ്ടാ? എവിടെ ഉണ്ടാവും? ഇപ്പോൾ ഒരാൾ മുഹമ്മദ് ബറക്കത്തുണ്ടാവും. ഒരാൾ ജയിലിൽ നിന്നാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ ജയിലിൽ ബറക്കത്തുണ്ടാവും. ഒരാൾ നരകത്ത് ചാടിയപ്പോൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ എന്തൊരു ബറക്കത്തുണ്ടാവും? നരകത്ത് എന്ന് പറഞ്ഞാലുണ്ടാവും. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് മുമ്പ് ബറക്കത്താണ് മുഹമ്മദ് മുസ്തഫ. തലക്ക് കൊടുക്കടാ. അങ്ങനത്തെ ഒരാള് ബറക്കത്തും ഹുദയും അമ്നുമുള്ള വീട്ടിന് പരിസരത്ത് അത് ഒഴുകിയ റളിയത്തായ വീട്ടിൽ ജനിച്ച കുട്ടിയെ കിട്ടി. അപ്പൊ ആ കുട്ടികൾക്ക്, ഈ കുട്ടികൾ രണ്ടെണ്ണം ഉണ്ടാവും. ഒന്നുണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തും ഈ കുട്ടികൾക്ക് ബന്ധമുണ്ട്. കാരണം ഇവരെ ബാപ്പ ലോകത്തിന് വേണ്ടി വന്നതാ. ഇവരമ്മ ബറക്കത്തും ഹിദായത്തും അമ്നുമുള്ള വീട്ടിൽ പ്രസവിച്ചതാണ്. എന്റെ പരിസരത്താ പ്രസവിച്ചത്. അപ്പൊ ഇവര് നിറഞ്ഞ കുട്ടികളാ. ആര്? ഖദീജയുടെ മക്കള്. ഈസാന്റെ മക്കൾക്ക് ഇനി മക്കൾ ഉണ്ടായാൽ പോലും പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ഈസാക്ക് ഇസ്രായേലിനപ്പുറത്ത് അവകാശമില്ല. ഇസ്രായേലിന് പുറത്ത് എന്നെ സുവിശേഷം പറയാൻ നിയോഗിച്ചിട്ടില്ല എന്ന് ഈസാ നബി പറയുന്ന വാക്ക് മത്തായി സുവിശേഷത്തിൽ പോലും ഉണ്ട്. ഇതങ്ങനെയല്ല. ഇതെന്താ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. എവിടെയാ ജനിച്ചത്? കഅബാലയത്തിന്റെ പരിസരത്ത്. അത് ലോകത്തിന് വേണ്ടി സമർപ്പിച്ച വീടാണ്. ഭാര്യ പ്രസവിക്കപ്പെട്ടതോ റളിയത്തുൽ കഅബ എന്ന വീട്ടില്. ആ കഅബാലയം ലോകത്തിന് ബറക്കത്ത് കൊടുക്കുന്നതാണ്. ഏത്? കഅബാലയം. ലോകത്തിന് ബറക്കത്ത് കൊണ്ടേ കൊടുക്കാൻ കഅബാലയത്തിന് കഴിയും. അവിടെ ജനിച്ച മക്കൾ ഇങ്ങോട്ട് ഒഴുകും. ആ മക്കളിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് എന്തുണ്ട്? ഒന്ന് റസൂലുള്ളാഹിന്റെ ബറക്കത്തുണ്ട്. രണ്ട് ലോകത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വീടിന്റെ ബറക്കത്തുണ്ട്. ആരില്? അഹ്ലു ബൈത്തിലെ. അപ്പോൾ അവർ ലോകത്തിന് മുഴുവൻ ബറക്കത്താവും. അവർ ലോകത്തിന് മുഴുവനും അമാനാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. തിരിഞ്ഞോന് തിരിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവരാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. എന്തുകൊണ്ട്? അവരെ പോലെ മുബാറക്കും ഹുദയും അമ്നുമുള്ള ഒരു ജനതയില്ലാത്തത് കൊണ്ട് അവരാണ് അല്ലദീന അൻഅംത അലൈഹിം. ചിന്തിക്ക്. അവരാണ് അല്ലദീന അൻഅംത അലൈഹിം. ഏത് കാലത്തും അല്ലദീന അൻഅംത അലൈഹിം അവരാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഏറ്റവും വലിയ, അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്താ? ഹിദായത്ത്. ആ ഹിദായത്ത് ഇവരിലൂടെ വരുന്നു. ആ ബറക്കത്ത് ഇവരിലൂടെ വരുന്നു. ആ അമ്നും ഇവരിലൂടെ വരുന്നു. വിഷയത്തിന്റെ മർമ്മം നിങ്ങളെ മുന്നിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ചരിത്രത്തിന്റെ നിയോഗമാണ് ഖദീജ ബീവി ജനിച്ച വീട്. ഒക്കെ പറ റളിയല്ലാഹു അൻഹാ.